കരിഞ്ഞത് കഴിക്കരുത്. അതെ അതെ അതെ, അത് സ്മോക്ക് ഫുഡ്സാണ്. ഒക്കെ കഴിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം. ഉമ്മ എനിക്കറിയാം, ഓട്ടട തരുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടട തരുമ്പോൾ അടിയിൽ എവിടെയെങ്കിലും കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ ഉമ്മ അത് എന്ത് ചെയ്യുന്നറിയോ, ഒരു സ്പൂണുകൊണ്ടോ കയ്യിലുകൊണ്ടോ അതൊന്നും ഇങ്ങനെ അവിടെ ഇങ്ങനെ വരണ്ടി കളഞ്ഞിട്ടേ തരുള്ളൂ. കാരണം കരിഞ്ഞത് കഴിക്കരുത്. കരിഞ്ഞത് നിൻ്റെ ആമാശയത്തിൽ കേടുണ്ടാക്കും, വലിയ ദോഷങ്ങളുണ്ടാക്കും. കരിഞ്ഞ ഫുഡ് കഴിക്കുക ചെയ്യരുത്. ഇന്ന് നമ്മളെ കുട്ടികൾ കഴിക്കുന്ന ഈ സ്മോക്ക് ഫുഡ്സിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒക്കെ കരിഞ്ഞതാണ്. ആ കരിഞ്ഞ തൊലി കരിഞ്ഞിട്ട് കിട്ടിയാൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അൽഫാം ഒക്കെ കരിഞ്ഞതാണ്. ഷവർമ കരിഞ്ഞതാണ്. കാരണം നേരെ തീനാളം എവിടേക്ക് കൊടുക്കുകയാണ്? ഫുഡിലേക്ക് കൊടുക്കുകയാണ്, അല്ലാതെ പാത്രത്തിലേക്കല്ല. അല്ലേ? പറയും ഷവർമ എങ്ങനെ ഉണ്ടാക്കുക? ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നത്? നേരെ കരിക്കുകയാണ്. എന്തിനെ? ആ സാധനം, ആ മീറ്റിനെ അങ്ങനെ തന്നെ കരിക്കുക. കഴിക്കാൻ പാടില്ല. എന്നിട്ട് അവരത് ആക്കിയിട്ട് നിറച്ചെന്നാൽ നീ കഴിക്കുക. ഇതൊക്കെ സാധാരണ കഴിക്കുന്ന ആളുകളുണ്ട്. ആയുസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഷവർമ കഴിക്കാം, എപ്പോഴെങ്കിലും. മാസത്തിലൊരിക്കൽ ഈ ഒരു ഷവർമ കഴിച്ചു, മാസത്തിലൊരിക്കൽ ഒരു മന്തി കഴിച്ചു. ഇതൊന്നും ഇവിടെ പ്രശ്നമില്ല. അതൊന്നല്ല ഞാനാ പറഞ്ഞത്. ഇതൊക്കെ നിന്റെ സ്ഥിരമായ ഭക്ഷണമാവുക. എത്ര ഒഴിവാക്കിയോ അത്രയും നല്ലത്. കാരണം ഇതൊക്കെ സ്മോക്ക് ഫുഡ്സാണ്. കരിഞ്ഞ ഭക്ഷണം കഴിക്കാനേ പഠിച്ച രഹസൂത്രം എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് വലിയ മനുഷ്യന്മാർ എഴുതി വെച്ച നിയമസംഹിതകളാണ് ആഹാരത്തിൻ്റെ നിയമങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകും. വയറ്റിന്ന് പോകുന്ന സമയത്ത് ഒരു നാരങ്ങ കട്ടൻ കുടിച്ചാൽ വയറ്റിന്ന് നോക്ക് സ്റ്റോപ്പ്. എന്തുകൊണ്ട്? നാരങ്ങ കട്ടൻ അതിന് മരുന്ന അല്ല. എന്താ സംഭവിച്ചെങ്കിൽ ചായയും നാരങ്ങ യോജിക്കൂല. നിങ്ങൾ ഈ ഭൂലോകത്ത് ഞങ്ങൾക്ക് തരാൻ പോകുന്ന ശേഷം ഒരിക്കലും നിങ്ങൾ നാരങ്ങ കട്ടൻ കുടിക്കാൻ പാടില്ല. നാരങ്ങ വേറെ, കട്ടൻ ചായ വേറെ. അത് തമ്മിൽ യോജിക്കൂല. നമ്മളിപ്പോൾ ഇതൊക്കെ ഞാനും ഒരു കാലത്ത് കുടിച്ചിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലത്തിന് ഇപ്പറില്ല. പഠിച്ചോക്കും ഇത് ഭയങ്കര എതിരാണ്. ഒരു ഹോട്ടലിൽ എല്ലാം കഴിഞ്ഞിരുന്ന അവസാനം പോയി ഉലെന്താ ചോദിക്കുക? ലെമൺ ടീ എടുക്കട്ടെ. ലെമൺ ടീ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറ്റ് നോക്കി നിൽക്കും. എന്തുകൊണ്ട്? വയറിന് അന്തം വിടും. ഞാൻ ലെമൺ അനുസരിച്ചാണോ ആക്ട് ചെയ്യേണ്ടത്, ടീക്ക് അനുസരിച്ചാണോ ആക്ട് ചെയ്യേണ്ടതെന്ന് ആർക്കറിയാതെയോ? ഹൈറാനിയത്തിലായി വയറ് കുടുങ്ങി. ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്താർക്ക് കിട്ടുന്നില്ല, വയറിന് കിട്ടുന്നില്ല. ഒരിക്കലും കഴിക്കരുത്. ലെമൺ ടീ കഴിക്കേ ചെയ്യരുത്. ലെമൺ ടീ കഴിക്കും കല്യാണം വീട്ടിൽ. കറക്റ്റ്. കല്യാണപ്പേരിൽ അവസാനം കഴിക്കുന്നതാണ് എന്ത്? ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ബിരിയാണിയും ഈ മീൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ലെമൺ ടീ കഴിക്കും. അതെ 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 അതെ. ഇതിനൊക്കെ പകരം ചെയ്യുന്ന നല്ല കവ, നല്ല സാധനം. കവ കുടിച്ച് നോക്കി. നല്ല ഉഷാറുള്ള കവ കൊണ്ടുവരിക, നല്ലതാ. അപ്പം ഇത്തരം കാര്യങ്ങൾ വിരുദ്ധാഹാരങ്ങളാണ്. സാമ്യവിരുദ്ധമായ ഭക്ഷണം കഴിക്കാം. പിന്നെ ദോഷവിരുദ്ധം. ഒരു ദോഷം കൂടിയിരിക്കുമ്പോൾ അതിനെ വീണ്ടും കൂട്ടുന്ന മറ്റൊരു ആഹാരം കഴിക്കാം. ഉദാഹരണം പറയാം, കഫക്കെട്ട് ഉണ്ടാക്കുമ്പോൾ കഫക്കെട്ട് കൂട്ടുന്ന ഭക്ഷണം കഴിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ. കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ കഫക്കെട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അപ്പം മത്സ്യം കഴിക്കുക, പിന്നെ അതേപോലെ തന്നെ അതിന് അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുക. അതൊന്നും അവിടെ പറ്റൂല. സംസ്കാര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ആ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ആ ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ചിക്കൻ ടിക്ക എന്നുള്ള ഭക്ഷണമുണ്ട് അല്ലേ? ചിക്കൻ ടിക്ക എന്താണ്? ചിക്കനിലേക്ക് തൈര് കൂട്ടുക. തൈരും ചിക്കനും ഒരിക്കലും യോജിക്കൂല. അത് മനസ്സിലായി, സംസ്കാര വിരുദ്ധമായ ഭക്ഷണമാണ്. അത് രണ്ടിനും കൂട്ടാൻ പാടില്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? ചിക്കൻ ടിക്ക എന്നുള്ള ഭക്ഷണമല്ലേ? ചിക്കനിലേക്ക് എന്ത് കൂട്ടാണ്? തൈര്. 1. 2. ഫിഷ് ബിരിയാണി ദയവായി കഴിച്ചു പോകരുത്. കഴിക്കണേ നിങ്ങളെ പുരയിലുണ്ടാക്കണം. അപ്പം ആ മറ്റേ രസം ഉണ്ടാവില്ല. മറ്റേ രസം എന്താ കാരണം? അതിലേക്ക് എന്ത് കൂട്ടും? തൈര്. ചിക്കനിലേക്ക് തൈര് കൂട്ടരുത്. ഏതുപോലെ തന്നെ ഫിഷിലേക്കും പറ്റൂല, ബീഫിൽ കൂട്ടാം. മനസ്സിലായില്ല? ബീഫിലേക്കും
കൂട്ടും പോലെ ഫിഷിലേക്കോ ചിക്കനിലേക്കോ എന്ത് കൂട്ടരുത്? തൈര് കൂട്ടരുത്. അത് അങ്ങനെ കൂട്ടാൻ പാടില്ല, തേന് ചൂടാക്കാൻ പാടില്ല എന്ന് പറയും പോലെ. അപ്പോൾ അവിടെ പ്രിപ്പറേഷൻ വരുന്ന പ്രശ്നങ്ങളാണ്, അതൊക്കെ ശ്രദ്ധിക്കാം. വീര്യവിരുദ്ധം, മീനും പാലും കൂടെ കുഴിക്കുക, അത് രണ്ട് വീര്യങ്ങളാണ് കൂടെ കഴിക്കുക. കോഷ്ടവിരുദ്ധം, മലബന്ധമുള്ള അയാൾ ലേറ്റായി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അയാൾ ഭക്ഷണം കഴിക്കണം, പിന്നെ മലം പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ മലബന്ധമുള്ള ഒരാൾ നേരിയ ഭക്ഷണം കഴിച്ചാൽ അതവിടെ കിടക്കും, പിന്നെയും കിടക്കും, പിന്നെയും കിടക്കും, പിന്നെയും കിടക്കും, പിന്നെയും കിടക്കും. അപ്പോൾ അയാൾ കരുത്തുള്ള ഭക്ഷണം കഴിക്കണം, മലം പുറത്തേക്ക് പോകാൻ പറ്റിയ ഭക്ഷണം കഴിക്കണം. അവസ്ഥാവിരുദ്ധം, 18 വിരുദ്ധങ്ങളെ ചരകസൂത്രം പറയുന്നത്. കഠിനമായി അധ്വാനിച്ച ശേഷം കഫം കൂട്ടുന്ന ആഹാരം കഴിക്കുക പാടില്ല. നല്ല കഠിനമായ അധ്വാനം ചെയ്തതിന് ശേഷം കഫം കൂട്ടുന്ന ആഹാരം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ബോഡിയുടെ ആ അവസ്ഥക്ക് ചെറിയ ചേഞ്ച് വരും, ബോഡിക്കുള്ളിൽ ചൂട് വരും, അവസ്ഥ വ്യത്യാസം വരും എന്തുണ്ടായ അധ്വാനിച്ചാൽ. അപ്പോൾ പിന്നെ കഫം കൂട്ടുന്ന ഭക്ഷണം അവിടെ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ക്രമവിരുദ്ധം, മലമൂത്രാദി വേഗങ്ങൾ തടഞ്ഞു നിർത്തി ആഹാരം കഴിക്കുക, അത് വളരെ ശ്രദ്ധിക്കണം. മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഉണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വളരെ ദോഷം ചെയ്യും, വളരെ ദോഷം എന്നാൽ വളരെ ദോഷം ചെയ്യും, കിഡ്നിക്ക് വരെ കേടുവരും. പൂർണ്ണമായി നിൻ്റെ ആമാശയം ഒഴിവാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടണം. എന്നിട്ടല്ലാതെ മലമൂത്ര വിസർജനത്തിന് നിനക്ക് താല്പര്യമുള്ള സന്ദർഭത്തിൽ, നിൻ്റെ ശരീരം അതിനാഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചില ആളുകൾ ഭക്ഷണമൊക്കെ കഴിച്ച് പോയിട്ടാണ് പിന്നെ കക്കൂസ് പോവുക. അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം കയ്യാക്കാൻ പോകുമ്പോൾ കക്കൂസ് പോയിട്ട് കയ്യേറി പോരും അല്ലേ? അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് പാടില്ല, അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കണം, എന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഉപചാരവിരുദ്ധം, നെയ്യ് കഴിച്ച ഉടൻ തണുത്ത വെള്ളം കുടിക്കുക. നെയ്യ് കഴിച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, വളരെ വലിയ ദോഷം ചെയ്യും. അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ തന്നെ കിട്ടും. അടിസ്ഥാനപരമായി സത്യം പറഞ്ഞാൽ ഞാൻ ആഹാരക്രമങ്ങളോ ആയുർവേദമോ പഠിച്ച ആളല്ല, പഠിച്ചാമ്പുരാൻ്റെ തോഫീക്കാണ്. എനിക്കിൻ്റെ അതിങ്ങനെ മനസ്സിലിങ്ങനെ വരും, അത് ശരിയാവൂലല്ലോ, പിന്നെ അത് പഠിക്കുമ്പോൾ ശരിയാവില്ല എന്ന് മനസ്സിലാവും. ഇത് ഈ ബോധം എനിക്ക് നേരത്തെ ഉണ്ട്. നെയ്യ് കഴിച്ചാൽ ഉടനെ പിന്നെ വെള്ളം കുടിക്കരുത്. പിന്നെയാണ് ഞാൻ പഠിച്ചത്. ആദ്യകാലത്ത് അങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനിത് ചെയ്യൂല. എന്തുകൊണ്ടെന്നാൽ ഒന്ന് നെയ്യ് സ്ലോ ആയിട്ട് ആമാശയത്തിൽ എത്തേണ്ട സാധനമാണ് എന്ത്? നെയ്യ്. വെള്ളം പെട്ടെന്ന് ആമാശയത്തിലെത്തിക്കും, അതാണ് പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു തെറ്റതാണ്. പിന്നെ പലതും ഉണ്ടാവും. അതായത് ഒരു സാധനത്തെ സ്ലോ ആയിട്ട് ആമാശയത്തിൽ സ്ലോ ആയി എത്തുന്നൊരു സാധനമാണ് എന്ത്? നെയ്യ്. അതിൻ്റെ ഗുണം ഉണ്ടാവും. അള്ളാഹു അതിനെ അങ്ങനെ പഠിച്ചതുമാണ്. എന്നിട്ട് പിന്നെ അതിനെ പെട്ടെന്ന് എത്തിക്കുക. ഈ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഉമിനീരില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് കുടിക്കരുത് പറഞ്ഞത്. ജ്യൂസിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് കുടിക്കാനൊരു വഴിയുണ്ട്. എങ്ങനെ? അതിൻ്റെ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട്, മനസ്സിലാണ്ട് പറഞ്ഞത്, അതിൻ്റെ കണ്ടൻറ്റുകൾ ഒഴിവാക്കാതെ. ഉദാഹരണം പറയുക, അതായത് അടിച്ചത് അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെ പെണ്ണുങ്ങൾക്കൊരു പരിപാടിയുണ്ട്, പിന്നെ ഓറഞ്ച് അടിച്ചതിന് ശേഷം ഒരു അരിപ്പുണ്ട്, എന്നിട്ട് ഇങ്ങനെ കാണിച്ച് അതിൻ്റെ ദൊക്കട ഒഴിവാക്കും. അതിൻ്റെ മനസ്സിലായില്ല, അതിലുള്ള ഫൈബർ നാരുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? അത് ജ്യൂസാക്കി തരിക. അത് ഒഴിവാക്കുക. അതൊന്ന് പിന്നെ എന്ത് ചെയ്യുക? ഒന്നും എന്നിട്ട് അത് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെ തന്നെ മനസ്സിലായില്ല, അങ്ങനെ തന്നെ കഴിക്കുക. അപ്പോൾ തന്നെ ഒരു കവിള് കഴിച്ചിട്ട് കവിളത്ത് വെക്കുക, എന്നിട്ട് ഇറക്കുക. അടുത്തത് കവിളത്ത് വെക്കുക. കവിളത്ത് വെച്ചാൽ സ്വാഭാവികമായും എന്ത് വരും? ഉമിനീര് വരും. ഉമിനീരില്ലാത്തൊരു ഭക്ഷണം കഴിക്കരുത്. ഉമിനീരില്ലാത്തൊരു ഭക്ഷണം കഴിക്കുക ചെയ്യരുത്. കവിളത്ത് അങ്ങനെ വെക്കുക, കവിളത്ത്. അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ച് തീർക്കുമ്പോഴത്തേക്ക് നേരം വൈക്കും. രണ്ടാൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ മെല്ലെ അങ്ങനെ കുടിച്ചു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുക? പിന്നെ എന്താ ചെയ്യുക? കാനയ മുസുൽമ, വെള്ളത്തെ റസൂലുള്ളാഹിന്റെ വെള്ളം കൂടി കാനയ മുസുൽമ. ഇതല്ല,
റസൂലുള്ളാഹിന്റെ കൂടി അങ്ങനെ കനയ മുസ്ലിമാ. വെള്ളം ചുണ്ടാണ് അറിയാണ്ട്, പിന്നെ നാവ്, പിന്നെ അണ്ണാക്ക്, പിന്നെ തൊണ്ട, പിന്നെ അമ്മാശ അറിയാൻ പറഞ്ഞു. അതെ അതെ അതെ, മെല്ലെ 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 മെല്ലെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? കാന യമുസുൽമാ, കാന യമുസുൽമാ, വെള്ളത്തെ റസൂലുള്ളാഹി ഈമ്പി കുടിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പടച്ചോനെ, എന്താണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ്റെ രീതി ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. കാന യമുസുൽമാ, ഈമ്പി കുടിക്കുക, വെള്ളം ചെയ്യാം. കുറച്ച് വെള്ളം മതി താനും. വെള്ളത്തിൽ ആദ്യം അറിയേണ്ടത് എന്താണ്? ചുണ്ടറിയാതെ വെള്ളം കുടിക്കരുത്. ചുണ്ടറിഞ്ഞിരിക്കണം. ചുണ്ട് അറിയാതെ വെള്ളത്തിൽ പോയാൽ അത് അനധികൃതമായ വെള്ളമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് അതങ്ങനെയാണ്. നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രി സതീശനോട് പോയി ഒരു കാര്യം പറയാൻ അയാളുടെ മിനിസ്റ്ററി ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരോട് വർത്താനം പറയണല്ലോ. ഞാൻ അങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് നിങ്ങൾ എന്ത് പറയണം, ഞാനിങ്ങനെ പിന്നെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്, ഒന്നിരിക്കലും നിങ്ങൾ കൂടെ വരിക, അല്ലെങ്കിൽ എഴുത്തേരി, അങ്ങനെ ആവണല്ലോ. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ പോയാൽ അയാൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ പ്രോട്ടോകോൾ തെറ്റിച്ചല്ലേ വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി ഗാർഡാണ് എന്ത്? ചുണ്ടറിയാതെ വെള്ളത്തേക്ക് പോകാൻ പാടില്ല, ഒന്നും പോകാൻ പാടില്ല. ചുണ്ട്, പ്രത്യേകിച്ച് വെള്ളം ആദ്യം ചുണ്ടറിയണം. ചുണ്ടറിഞ്ഞാൽ മതി. ചുണ്ട് ഞങ്ങൾക്ക് പറയാം, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യുക, ചുണ്ട് നനക്കുക, എന്നാൽ താൻ തീരും. എന്നിട്ട് താൻ തീർന്നില്ലെങ്കിൽ മാത്രത്തേക്ക് കഴിച്ചാൽ മതി. പ്രാഥമികമായി ദാഹം തീരേണ്ടത് ആൾക്കാണ് ചുണ്ട്. വശഫത്തൈനി വലിസാനൻ അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈനി, രണ്ട് ചുണ്ട്. ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഉമിനീരില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നെ പാകവിരുദ്ധം 18 ചരകസൂത്രത്തിൽ കഴിക്കാൻ പാടില്ലാത്ത വിധങ്ങളെ പറഞ്ഞിടത്തൊന്ന് പാകവിരുദ്ധം. അതായത് പൂർണ്ണമായി വേവാത്തൊരു ഭക്ഷണം കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്. ഇപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബീഫ് ഫ്രൈ പറയും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിലൊന്നും മര്യാദക്ക് വന്നിട്ടില്ല. നമ്മൾ 10, 100, 150 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് തിന്നും, മതി, കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിലവ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? എൻ്റെ അടിഞ്ഞു കൂടിയാൽ വലിയ ദോഷം വരും, അതാകും അടിഞ്ഞു കിടക്കും. അപ്പൊ പൂർണ്ണമായി വേവാത്ത ഒരു ഭക്ഷണം കഴിക്കുക ചെയ്ത്, പൂർണ്ണമായി വേവണം. വേവാത്തൊരു ഭക്ഷണം കഴിക്കരുത്. ഇപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇറച്ചി കഴിക്കുകയാണെങ്കിൽ വേവിക്കുക, എന്നിട്ട് എന്ത് കഴിക്കുക? ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ ഇറച്ചിയേക്കാൾ പ്രധാനം കറിയാണ്. ഇറച്ചി പിന്നെ ചണ്ടിയ. ഇപ്പം നാടൻ കോഴി കഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കുരുമുളക് ഇട്ടിട്ട് അതിനെ നല്ല പാകപ്പെടുത്തി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? കഴിക്കേണ്ടത് കറിയാണ്, നല്ലോണം വേവിക്കുക. നിനക്ക് ഇറച്ചി നാടൻ കോഴിയിൽ കഷ്ണമൊക്കെ കുട്ടികളുണ്ടെങ്കിലും നിനക്ക് എന്ത് കിട്ടിയാൽ മതി? കറി കിട്ടിയാൽ മതി. അതന്നെ മനസ്സിലാണ്ടോ? ആ കറിയിലാണ് എല്ലാം ഉള്ളത്. ഒരിക്കലും കറി ഒഴിവാക്കിയത്, കറിയിലാണ് എല്ലാം ഉള്ളത്. അത് ബീഫാണെങ്കിലും അതിന് ചിക്കനായാലും മട്ടനായാലും ഒക്കെ കറി നല്ലോണം ശ്രദ്ധിക്കണം. അത് നല്ല പോലെ വേവണം. ഇപ്പം നമ്മൾ സൂപ്പ്, ആടിൻ്റെ കയ്യും കാലും ഇതൊക്കെ സൂപ്പ് വെക്കും. അപ്പോൾ ഈ സൂപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഗ്യാസിൽ വെക്കണ്ട, പുറത്തെ അടുപ്പിൽ, പിന്നെ വിറകിൽ അടുപ്പിൽ കയറ്റി വെക്കുക. 24 മണിക്കൂറൊക്കെ വേവണം. വെന്തിട്ട് അതിൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ നാവിൽ വെക്കുമ്പോഴത്തേന് അലിയും. ഞാൻ കഴിച്ചിട്ടുണ്ട്, കഴിച്ചവർക്ക് കൈപ്പൊക്കാം. അതാണ് സൂപ്പ്.
അതാണ് സൂപ്പ്. അതിനാണ് സൂപ്പ് എന്നറിയാം. അതാ സൂപ്പ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അതാണ് സൂപ്പ്. ആ മട്ടൻ്റെ ആ സൂപ്പ് എന്ന് പറഞ്ഞാൽ നാവിൽ ആ മുട്ടൻ എല്ല് വെച്ച ആ എല്ലിനെ നമ്മളൊരു കാണുമ്പോൾ എല്ലായി കിടക്കുന്നുള്ളൂ. അത് എന്താ പറയുക, ഈ പെട്രോൾ മാക്സിൻ്റെ ഇതുപോലെ ആയുസ് മുട്ടായിട്ടുണ്ടാവും. അങ്ങനെ ഇമ്പി കഴിക്കാം. അലിഞ്ഞോ, നാവിൽ വെച്ചാൽ അലിഞ്ഞോ അത്. പക്ഷെ വേവിക്കണം, നല്ല വിറകടുപ്പിൽ വേവിക്കണം. നല്ല മൺകലത്തിലിട്ടിട്ട് വിറകെടുത്ത് അടുപ്പിൽ വേവിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ സൂപ്പ് വെച്ചാൽ അത് മതി. സ്ലോ കുക്കിങ് അല്ലെങ്കിൽ സ്ലോ കുക്കിങ്ങിനൊരു വില. ഇപ്പം ജാപ്പനീസിൻ്റെ കാപ്പിയാണ് ലോകത്തെ ഏറ്റവും നല്ല കാപ്പി. ഒരു അതിഥി വന്നാൽ അവർ കാപ്പി ഉണ്ടാക്കി കൊടുക്കും. 2 മണിക്കൂർ ചുരുങ്ങിയതെടുക്കും ഒരു കാപ്പി ഉണ്ടാക്കാൻ. അതാണ് ലോകത്തെ ഏറ്റവും നല്ല കാപ്പി, ജാപ്പനീസിൻ്റെതാണ്. അതായത് ഒരു വീട്ടിൽ അവർ വന്നാൽ കാപ്പി കുരു എടുത്തിട്ട് അവർ പൊടിച്ചെടുത്ത് പിന്നെ അത് ശുദ്ധം ചെയ്ത് അങ്ങനെ ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കും. 2 മണിക്കൂറൊക്കെ ചുരുങ്ങിയതെടുക്കും. അതാണ് ലോകത്തെ ഏറ്റവും നല്ല കാപ്പി. നമുക്ക് പെട്ടെന്നാകണം. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് മനസ്സിലായില്ല, ഒക്കെ ഫാസ്റ്റാവും, ആരോഗ്യം ഫാസ്റ്റായി പോവും. അപ്പം ഇതന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം ഈ പറയുന്ന കാര്യം. ഇതെല്ലാം പാകവിരുദ്ധം. വേവാത്ത ഒന്നും കഴിക്കരുത്. 2 കരിഞ്ഞ ഒന്നും കഴിക്കരുത്. ഇപ്പം ഇന്ന് നമ്മളുടെ ഇപ്പം നമ്മളെ ഈ പുതിയ ബിരിയാണി, എന്താ പറയുക, മന്തി, ഇതിലുള്ള ചിക്കനും മട്ടനും ഒക്കെ എന്താണ്? കരിഞ്ഞതാണ്. കരിഞ്ഞത്. ഫിഷ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അവരെന്ത് ചെയ്തു തരും? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. ഡയറക്റ്റ് ഷവർമ സാധനം കഴിക്കരുത്. ഷവർമ കരിക്കാണ്. അൽഫാം കരിക്കാണ്, കരിഞ്ഞത്. അതെ, കരിഞ്ഞ ഭക്ഷണം കഴിക്കരുത്. വലിയ ദോഷം ഉണ്ടാക്കും. കരിഞ്ഞത് കഴിക്കരുത്. അതെ, അത് സ്മോക്ക് ഫുഡ്സാണ്. അതൊക്കെ കഴിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം. ഇപ്പോൾ ഓട്ടട, ഉമ്മ എനിക്കറിയാം, ഓട്ടട തരുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടട തരുമ്പോൾ അടിയിൽ എവിടെയെങ്കിലും കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ ഉമ്മ അത് എന്ത് ചെയ്യുന്നറിയോ? ഒരു സ്പൂണുകൊണ്ടോ കയ്യിലുകൊണ്ടോ അതൊന്നും ഇങ്ങനെ അവിടെ ഇങ്ങനെ വരണ്ടി കളഞ്ഞിട്ടേ തരുള്ളൂ. കാരണം കരിഞ്ഞത് കഴിക്കരുത്. കരിഞ്ഞത് നിൻ്റെ ആമാശയത്തിൽ കേടുണ്ടാക്കും, വലിയ ദോഷങ്ങളുണ്ടാക്കും. കരിഞ്ഞ ഫുഡ് കഴിക്കുകയും ചെയ്യരുത്. ഇന്ന് നമ്മളെ കുട്ടികൾ കഴിക്കുന്ന ഈ സ്മോക്ക് ഫുഡ്സിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒക്കെ കരിഞ്ഞതാണ്. ആ കരിഞ്ഞ തൊലി കരിഞ്ഞിട്ട് കിട്ടിയാൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കരിഞ്ഞ തൊലി അത് നമ്മൾ എന്താ പറയുക, അൽഫാം ഒക്കെ കരിഞ്ഞതാണ്. ഷവർമ കരിഞ്ഞതാണ്. കാരണം നേരെ തീനാളം എവിടേക്ക് കൊടുക്കുകയാണ്? ഫുഡിലേക്ക് കൊടുക്കുകയാണ്, അല്ലാതെ പാത്രത്തിലേക്കല്ല. അല്ലേ? പറയും ഷവർമ എങ്ങനെ ഉണ്ടാക്കുക? ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നത്? നേരെ കരിക്കുകയാണ്. എന്തിനെ? ആ സാധനം, ആ മീറ്റിനെ അങ്ങനെ തന്നെ കഴിക്കാൻ പാടില്ല. എന്നിട്ട് അവരത് ആക്കിയിട്ട് നിറച്ചെന്നാൽ നീ കഴിക്കുക. ഇതൊക്കെ സാധാരണ കഴിക്കുന്ന ആളുകളുണ്ട്. ആയുസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഷവർമ കഴിക്കാം, എപ്പോഴെങ്കിലും. മാസത്തിലൊരിക്കൽ ഈ ഒരു ഷവർമ കഴിച്ചു, മാസത്തിലൊരിക്കൽ ഒരു മന്തി കഴിച്ചു. ഇതൊന്നും ഇവിടെ പ്രശ്നമില്ല. അതൊന്നല്ല ഞാനാ പറഞ്ഞത്. ഇതൊക്കെ നിന്റെ സ്ഥിരമായ ഭക്ഷണമാവുക. എത്ര ഒഴിവാക്കിയോ അത്രയും നല്ലത്. കാരണം ഇതൊക്കെ സ്മോക്ക് ഫുഡ്സാണ്. കരിഞ്ഞ ഭക്ഷണം കഴിക്കാനേ പഠിച്ചതൊക്കെ സൂത്രം എൻ്റെ അഭിപ്രായമല്ലേ പറയണത്. ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് വലിയ മനുഷ്യന്മാർ എഴുതി വെച്ച നിയമസംഹിതകളാണ് ആഹാരത്തെ നിയമങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകും. അപ്പം അത് കഴിക്കാൻ പാടില്ല. കരിഞ്ഞതൊരിക്കലും കഴിക്കാൻ പാടില്ല. പുളിയുള്ള പഴങ്ങളും പാലും ചേർത്ത് കഴിക്കുക. ഇന്ന് നമ്മളെ പല എന്താ പറയുക കൂൾ ഡ്രിങ്ക്സ് ഷോപ്പുകൾ കയറി കഴിക്കുന്ന പല ഷേക്കുകളും അതൊക്കെ എന്താണ്? പുളിയുള്ള പഴങ്ങളിലേക്ക് എന്ത് ചേർക്കും? പാല്, മാങ്ങ, അതിലേക്ക് പാല് ചേർക്കും. അങ്ങനെ പലതും ചേർത്ത് കഴിക്കും. ഒക്കെ ആപത്താണ്, ഒക്കെ വളരെ ദോഷമാണ്. അതേപോലെ തന്നെ പുളിയുള്ള പഴങ്ങളും പാലും ചേർത്ത് കഴിക്കുക. പിന്നെ ഹൃദ്വിരുദ്ധം, മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണം കഴിച്ചു പോകരുത്.
ആഗ്രഹിക്കാത്തൊരു ഭക്ഷണം കഴിച്ചേ പോകരുത്. നിനക്കിഷ്ടല്ലേ, കഴിക്കരുത്, രോഗമായി മാറും. ഹൃദ്വിരുദ്ധം 18 ചരകസൂത്രങ്ങളിൽ വിരുദ്ധ ആഹാരങ്ങളുടെ സൂത്രങ്ങളെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ എന്ത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഹൃദ്വിരുദ്ധം, അതായത് നിന്റെ ഹൃദയത്തിന് ആ ഭക്ഷണം കഴിക്കേണ്ടെന്ന് തോന്നിയാൽ പിന്നെ നീ ആ ഭക്ഷണം കഴിക്കരുത്. ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവും, എന്തോ അതിന് കാരണം ഉണ്ടാവും. നിൻ്റെ എന്തോ ഒന്ന്, ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ കഴിക്കാത്തൊരു ഭക്ഷണമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഴിക്കണം. അപ്പം ഈ കാലം വന്നാൽ വീട്ടിൽ മത്തൻ്റെ ഇല ഉണ്ടാവും. മത്തൻ്റെ ഇലയിലേക്ക് ഉച്ചയ്ക്ക് ചോറ്റിന് വാർന്നെടുത്തിട്ട് പിന്നെ കഞ്ഞി വെള്ളം മത്തൻ്റെ ഇലയിലേക്ക് ചേർത്തിട്ട് മത്തൻ്റെ ഇല താളിപ്പാക്കി, നല്ല രസമാണ്. അത് വളരെ നല്ല രസം. എനിക്കത് വല്ലാത്തൊരിഷ്ടമാണ് ഈ മത്തൻ്റെ ഇല കറി. മത്തൻ്റെ ഇല, ആ കുമ്പളങ്ങൻ്റെ ഇല, പിന്നെ ചെരങ്ങൻ്റെ ഇല ഒക്കെ പറ്റും. അതേ സമയത്ത് പയറിനില ഞാൻ കഴിച്ചിട്ടില്ല. അപൂർവമായിട്ട് നിർബന്ധിച്ചപ്പോൾ ഒരു നുള്ളി കഴിച്ചിട്ടെങ്കിൽ എനിക്കത് കഴിക്കാൻ കഴിയില്ല. അത് നല്ല ഭക്ഷണമല്ല ആണ്, പക്ഷെ എന്തോ എൻ്റെ ബോഡിയിലെ കണ്ടൻറ്റുമായി അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്കത് കഴിക്കാം, ഞാനത് കഴിക്കാറില്ല. മനസ്സിലായില്ല. തോരൻ വെക്കും പല വീടുകളിലും. ഞാൻ മുരിങ്ങ തോരൻ വെച്ചാൽ കഴിക്കും, മത്തൻ്റെ ഇല തോരൻ വെച്ചാൽ കഴിക്കും, പയറ്റിൻ്റെ ഇല കഴിക്കൂല. എന്തുകൊണ്ട്? എനിക്കത് ഇഷ്ടമല്ല, എനിക്കൊക്കെ ജീവിതത്തിൽ കഴിക്കാനേ കഴിഞ്ഞിട്ടില്ല. എന്തോ എൻ്റെ ബോഡിയും അതും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കത് തോന്നുന്നത്. മറ്റേ നിനക്ക് ഇഷ്ടം തോന്നും, നിന്റെ ബോഡിയും അതും തമ്മിൽ എന്തോ ഒരു വിഷയമുള്ളത് കൊണ്ട് ബോഡി തന്നെ അറിയിച്ചു അത് നിനക്ക് വേണ്ട. ഇത് ഇലാഹിയായ പടച്ച തമ്പുരാൻ്റെ ഒരു കുദറത്താണ്. എല്ലാം നിൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെ നീ നന്നാവും, എങ്ങനെ നീ നാശമാവും, അതൊക്കെ നിൻ്റെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഹൃദയത്തിന് ഇഷ്ടമല്ലെങ്കിൽ നീ ആ ഭക്ഷണം പിന്നെ കഴിക്കരുത്. ഹൃദ്വിരുദ്ധം 18 വിരുദ്ധങ്ങളെ ചരക മഹർഷി പറയുക. അതേപോലെ തന്നെ സമ്പദ് വിരുദ്ധം, ഗുണമില്ലാത്തതോ ചീത്തയായോ ആയ ആഹാരം കഴിക്കരുത്. ഒരു പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പുളിക്കാനായി എന്ന് കണ്ട ഒരു വേഗം തിന്നു. മനസ്സിലായില്ല? കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുളി അത് കുറച്ചുകൂടി നേരം വെച്ചാലാണ് പുളിച്ചോ വേഗം തിന്ന. അതെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു നേരം കഴിക്കാണ്ട് ഭക്ഷണം ഉണ്ടാക്കാവും, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്, നല്ലതല്ല. ഭക്ഷണം കുറച്ചുണ്ടാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്ന രീതി ഒഴിവാക്കുക വേണം. ഒന്ന്, ഫ്രിഡ്ജിൽ ചില അണുക്കളുണ്ടാവും, ആ അണുക്കൾ ഇതിൻ്റെ ഉള്ളിൽ കൂടും. ആ ഭക്ഷണം ചീത്തയാവില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതിലെന്തൊക്കെ കയറി കൂടിയെന്ന് നിനക്കറിയൂല. രണ്ടാമത് ചൂടാക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് മീറ്റ്. മനസ്സിലായില്ല? ഒരിക്കലും ഇറച്ചി പോലത്തെ സാധനങ്ങൾ രണ്ടാമത് ചൂടാക്കാൻ പാടില്ല. രണ്ടാമത് ചൂടാക്കാൻ പാടില്ലാത്ത കുറേ ഭക്ഷണം ഞാൻ പിന്നീട് ലിസ്റ്റ് പറയാം. രണ്ടാമത് ചൂടാക്കാനേ പാടില്ല. ചായ രണ്ടാമത് ചൂടാക്കാൻ പാടില്ലല്ലോ. തണുപ്പായ ഒന്നും കൂടെ ചൂടാക്കും, ചൂടാക്കാൻ പാടില്ല. ആ ക്രമത്തിൽ ഉണ്ടാക്കിയാൽ മതി, അത് കഴിക്കുക, അത്ര. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കൊടുക്കുക, കഴിഞ്ഞു. ചൂടാക്കാതെ വേണമെങ്കിൽ കഴിക്കാം, അത് കേടാകാതെ വന്നാൽ അങ്ങനെ കഴിക്കാം. ഉദാഹരണം പറയാം, പഴയ നാച്ചുറൽ ഫുഡ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണം, പണ്ട് മുരിങ്ങൻ്റെ ഇല കഞ്ഞി വെള്ളത്തിൽ താളിച്ചത് നേരം വെളുത്ത് നല്ല എന്താ പറയുക, അത് നല്ല മൺകലപാത്രത്തിൽ അല്ലെങ്കിൽ ചട്ടിയിൽ അത് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് അവർ അപ്പം കിടക്കണ മാതിരി കിടക്കും. കണ്ടിട്ടുണ്ടോ? കുറുന്നനെ കിടക്കും. അത് നല്ലതാണ്. പഴങ്കഞ്ഞല്ലാണല്ലോ. അങ്ങനെ വരാം ഇപ്പം പുതിയ കാലത്ത്. അതെ, പുതിയ കാലത്ത് പണ്ടൊക്കെ അത് നല്ലതാണ്. ഇപ്പം പുതിയ കാലത്ത് നമ്മൾ പണ്ടില്ലാത്ത പല സാധനങ്ങളും പല ബാക്ടീരിയകളും ഇന്ന് നമ്മളെ വീടുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃപരിശോധിക്കണമെന്നേ ഉള്ളൂ. പണ്ടത് പ്രശ്നമല്ല. നമ്മളെ വീടുകൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, രോഗാണുക്കൾ നിറഞ്ഞതാണ് പുതിയ കാലത്തെ വീട്.
അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പഴകി പുളിച്ചിത് പുളിക്കാനായത് അതൊന്നും കഴിക്കരുത്. പഴകി കഴിക്കുന്നതിൽ ഒരു ഹൈറും ഇല്ല. ആവശ്യത്തുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ഒരു കയ്യിൽ കുറഞ്ഞോട്ടെ, ഒരു കയ്യിൽ കുറഞ്ഞോട്ടെ, ഒരു കയ്യിൽ കൂടരുത്. പഴകി പുളിച്ചത്, ചീത്തയായത്, ചീഞ്ഞ ഗുണമില്ലാത്തത് കഴിക്കരുത്. വിധിവിരുദ്ധം 18 വിരുദ്ധത്തിൽ 17ാമത്തത് വിധിവിരുദ്ധം. ആഹാര നിയമങ്ങൾ പാലിക്കാതെ ശാന്തമല്ലാത്ത സ്ഥലത്തിരുന്ന് ആഹാരം കഴിക്കാം. ആഹാരത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ശാന്തമായ സ്ഥലത്തിരിക്കണം, സന്തോഷമായിരിക്കണം, മനസ്സും സന്തോഷമായിരിക്കണം. ആ അവസ്ഥയിലൊക്കെ ഭക്ഷണം കഴിക്കണം. പിന്നെ പരിഹാര വിരുദ്ധം. ഭക്ഷണങ്ങൾക്ക് ശേഷം ഒഴിവാക്കേണ്ടവ കഴിക്കാം. ഭക്ഷണങ്ങൾക്ക് ശേഷം ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചൂടുള്ള കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം കഴിക്കുക, അതെന്താണ്? അത് ഭയങ്കര പരസ്പരമുള്ള വിരുദ്ധതയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പഴങ്ങളും പാലും ചേർത്തുള്ള മിൽക്ക് ഷേക്കുകൾ, നാരങ്ങ, ഓറഞ്ച്, മാങ്ങ, പൈനാപ്പിൾ, സ്ട്രോബെറി തുടങ്ങിയ പുളിയുള്ള പഴങ്ങളിലെ ആസിഡ് പാലിനെ വളരെ നശിപ്പിച്ച് കളയും. അത്തരം സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ദഹന പ്രക്രിയയെ മന്ദീപിപ്പിക്കും. ദഹന പ്രക്രിയക്ക് കഫക്കെട്ടുണ്ടാവും, ചർമ്മരോഗങ്ങൾ, അലർജി, അതായത് കുഷ്ഠം വരെ, ക്യാൻസർ വരെ ഉണ്ടാകും. തൈര് രാത്രിയിൽ കഴിക്കാൻ പാടില്ല. തൈര് ഒരിക്കലും, തൈരും മോരും എപ്പോൾ കഴിക്കരുത്? രാത്രി കാലത്ത് കഴിക്കരുത്. രാത്രിയിൽ തൈര് കഴിക്കുന്നത് കഫം വീണ്ടും വർദ്ധിപ്പിക്കുകയും പനി, തൊണ്ടവേദന, സന്ധിവേദന, ചർമ്മരോഗങ്ങൾ, ഞാൻ അതാണ് പറഞ്ഞത്, കുഷ്ഠങ്ങൾ വരെ ഉണ്ടാക്കാൻ കാരണമാവും. ചൂടുള്ള ഭക്ഷണത്തിനൊപ്പം തണുത്ത വെള്ളം കുടിക്കുക ഉപചാര വിരുദ്ധാണ്, ചെയ്യാൻ പാടില്ല. നന്നായി ചൂടുള്ള ആഹാരം, ബിരിയാണി അല്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ കഴിച്ച് കൊണ്ടിരിക്കുമ്പോഴോ അത് തൊട്ട് പിന്നാലെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, അതൊന്നും പാടില്ല. കാരണം ഇത് വയറ്റിലെ ദഹനാഗ്നിയെ പെട്ടെന്ന് തണുപ്പിക്കും. അത് മനുഷ്യൻ്റെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കും. എന്തൊക്കെയാണ് അതിന് ഫലം? ദഹനം കൃത്യമായി നടക്കാതെ വരികയും, ഗ്യാസ്, വയറുവേദന, ദഹനക്കേട് വന്നാൽ പിന്നെ എല്ലാം വരും. ഒരു മനുഷ്യൻ ഏറ്റവും നന്നാവേണ്ട സ്ഥലം ഏതാണ്? വയറ് ശരിയായ എല്ലാം ശരിയാവും. മാമല അബിനു ആദമ മുഹമ്മദ് മുസ്തഫ. തൻ്റെ വയറിനേക്കാൾ അപകടകാരിയായ ഒന്നും മനുഷ്യൻ നിറച്ചിട്ടേയില്ല. കോഴിയിറച്ചിയും തൈരും കൂട്ടുക, മീനും തൈരും കൂട്ടുമ്പോൾ തന്നെ ചിക്കൻ കറികൾ, ചിക്കൻ മസാല, ഇതിലൊക്കെ തൈര് ചേർത്ത് പാചകം ചെയ്യുന്ന പുതിയ രീതികൾ, ഇതൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഇവിടെയൊക്കെ നല്ല ഭക്ഷണം, നല്ല രസമുണ്ടാവും, പക്ഷേ ചേർക്കാൻ പാടില്ലാത്ത ചേരുവകൾ ചേർക്കും. അപ്പോൾ ഇങ്ങനെ ചേരുമ്പോൾ, ഇത് തമ്മിൽ ചേരുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാവും? ഒരു പ്രത്യേകമായ രസം ഉണ്ടാവും. വയറിനത് കേടായിരിക്കും. നമ്മൾ ഈ രസത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം പറയാനാ, ഷവർമ്മയിൽ കരിയാത്ത ഭാഗത്തിനേക്കാൾ രസമാണ് എന്ത്? കരിഞ്ഞ ഭാഗം. അത് ക്യാൻസർ ഉണ്ടാക്കും, പക്ഷെ അത് രസമാണ്. നമ്മൾ കരിഞ്ഞിട്ടില്ലെങ്കിൽ ഓനോട് ഒന്നുകൂടി ഞെരിക്കാൻ പറയും. അങ്ങനെയല്ലേ പറയാ? അതെ, അങ്ങനെ പറയാം. പൊരിച്ച് കരിക്കാന്നാ പറയാം. കരിക്കണം. കരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക രസം ഉണ്ടാവും. കരിക്കുമ്പോൾ രസം ഉണ്ടായിന്, നാവിന് നല്ല രസമാണ്. പക്ഷെ അത് വാങ്ങുമോ? അതെ, അതിന് പ്രത്യേക രസമുണ്ട്, പക്ഷെ ക്യാൻസർ ഉണ്ടാക്കും. അതൊക്കെ ശ്രദ്ധിക്കുക.